വാടി ഇങ്ങോട്ട്, ഒന്നും മിണ്ടല്ലേ. അങ്ങനെ ഞാനും അവളും കൂടി അങ്ങോട്ടേക്ക് നടന്നു. ബാത്റൂമിൻ്റെ അടുത്തെത്തിയ ഞങ്ങൾ കേട്ടത് രണ്ടുപേരുടെയും അധ്വാനത്തിൻ്റെ സൗണ്ടായിരുന്നു. രാജേട്ടൻ ഒരു പുലി തന്നെ അല്ലേ ചേട്ടാ? അവൾ എന്നോട് ചോദിച്ചു. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ അവളോട് ചോദിച്ചു. അല്ല, പുള്ളിക്കാരൻ്റെ അടി ഒരു രക്ഷയില്ല, അതും ഈ പ്രായത്തിൽ. ഓ അതാണോ? അതിപ്പോൾ എന്നെ കൊണ്ടും പറ്റും, അയാളെ കൊണ്ടും മാത്രമല്ല. ഓ പിന്നെ നീ അങ്ങ് ഒലത്തും, ചുമ്മാ തള്ളി മറിക്കല്ലേ. അതിനൊക്കെ കുറച്ച് പവർ വേണം. നിനക്ക് കോപ്പുണ്ട് ഡി, നിനക്ക് കാണണോ എൻ്റെ പവർ? ഞാൻ അവളോട് ചോദിച്ചു. ആ അതല്ലേടാ ഞാൻ അന്ന് പറഞ്ഞത്, എനിക്ക് കാണണമെന്ന്. ചേട്ടൻ മറന്നോ? അവൾ എന്നോട് ചോദിച്ചു. നീ ഇങ്ങോട്ട് വാ, അവർ പുറത്തിറങ്ങുമ്പോൾ ഇനി നമ്മളെ കാണണ്ട. എന്തായാലും അവരിത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഇനി നമ്മളായിട്ട് അത് മുടക്കണ്ട, ഞാൻ അവളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോന്നു. റൂമിലെത്തി ഞാൻ അവളോട് പറഞ്ഞു, ഡി ഞാനൊന്നും മറന്നിട്ടില്ല, പക്ഷേ നീയല്ലേ പറഞ്ഞത് എല്ലാം ഞാൻ സെറ്റാക്കി തരാമെന്ന്. ഓ മോൻ അതും കാത്തിരിക്കുകയാണോ? അത് ഞാൻ അറിഞ്ഞില്ല. അവളെന്നെ കളിയാക്കിക്കൊണ്ട് എന്നോട് ചോദിച്ചു. അത് കേട്ട് എനിക്ക് ദേഷ്യം കയറി. ഞാൻ പറഞ്ഞു, എടി നീ ഏറ്റ കാര്യം നടത്തി തന്നില്ലെങ്കിൽ ഞാനെല്ലാം അമ്മയോട് പറയും. അത് കേട്ട് അവൾ പറഞ്ഞു, ഓ അതാണോ? അതെനിക്കൊരു കുഴപ്പമില്ല, നീ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പറഞ്ഞോ. എടി ഞാൻ പറയുക മാത്രമല്ല, നിൻ്റെ ജോലിയും സ്ഥലവുമൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കും. അയ്യോ ചേട്ടാ പ്ലീസ് ചതിക്കല്ലേ, നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാന്നേ. അങ്ങനെ വഴിക്കുവാ, അല്ലാതെ വെറുതെ ഷോ ഇറക്കല്ലേ മോളെ. ഇന്ന് തന്നെ കണ്ടില്ലേ, അമ്മ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോയതാ. ഞാൻ പറഞ്ഞിട്ടാ അമ്മ ഒന്ന് അടങ്ങിയത്, ഞാൻ അവളോട് പറഞ്ഞു. ആ അതൊക്കെ എനിക്ക് മനസ്സിലായി, ചേട്ടൻ ചുമ്മാ വഴക്കിടല്ലേ, അവർ കേൾക്കും, അവൾ എന്നോട് പറഞ്ഞു. അവരെങ്ങനെ കേൾക്കാനാടി, വെള്ളം തുറന്നിട്ടിരിക്കല്ലേ, നമുക്ക് കേൾക്കാതിരിക്കാൻ. എന്തായാലും കുറച്ച് നേരമായില്ലേ, മിക്കവാറും കഴിയാറായിട്ടുണ്ടാകും, ഞാൻ അവളോട് പറഞ്ഞു. ഏയ് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴൊന്നും കഴിയുമെന്ന്. രാജേട്ടൻ രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നത്, മിക്കവാറും ഇന്ന് പൊളിച്ചെടുക്കും, അവൾ എന്നോട് പറഞ്ഞു. ഹോ വല്ലാത്തൊരു ഭാഗ്യത തന്നെ. അച്ഛൻ പോയതിൽ പിന്നെ അങ്ങോട്ട് വെച്ചടി കയറ്റമാ, അതും ചെറുതും വലുതുമല്ല. ഇതൊക്കെ പോരാഞ്ഞിട്ട് ഇനി ആ അണ്ണനെയും വളക്കാനുള്ള പരിപാടിയാ, ഞാൻ അവളോട് പറഞ്ഞു. അതങ്ങനെയാ ചേട്ടാ, ചേട്ടൻ അറിയാനിട്ടാ, ആൾ മാറുമ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക രസാ. ഓ നമുക്കത്ര അറിവൊന്നും ഇല്ലടി. ആ അതാ ഞാൻ പറയുന്നത്, അറിയാത്ത കാര്യങ്ങൾ അറിയാവുന്നവരോട് ചോദിച്ച് അറിയാൻ, കേട്ടോ, അവൾ എന്നോട് പറഞ്ഞു. ഓ നീയായിരിക്കും എല്ലാം അറിയുന്ന ഒരാൾ, ഞാൻ അവളെ കളിയാക്കി ചോദിച്ചു. ചേട്ടാ നമുക്കൊന്നുകൂടി പോയി നോക്കിയാലോ? ഏയ് ഞാനൊന്നുമില്ല, പെട്ടെന്ന് വല്ലതും വാതിൽ തുറന്നാൽ ആകെ പെടും, ചുമ്മാ എന്തിനാ വേണ്ടാത്ത പരിപാടിക്ക് പോകുന്നത്? അതല്ല ചേട്ടാ, ഇതിനൊക്കെ മാത്രം സ്ഥലമുണ്ടോ അതിനകത്ത്? എങ്ങനെയാ അവർ കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്നാവോ? അവൾ എന്നോട് ചോദിച്ചു. എൻ്റെ സംശയം അതല്ലടി, നീ ഇവിടെ ഉണ്ടായിട്ടും ഇതിനൊക്കെ ധൈര്യം കാണിച്ച അമ്മയുടെ ആ മനസ്സാണ്, ഒരു പേടി പോലും ഉണ്ടായില്ലല്ലോ. പേടിയൊക്കെ ചേട്ടനല്ലേ, പേടിച്ചുകൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കേ ഉള്ളൂ, അത് അമ്മയ്ക്ക് നന്നായി അറിയാം, അവൾ എന്നോട് പറഞ്ഞു. ഡി മിണ്ടല്ലേ, അവർ ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു, ഇങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ അവളോട് പറഞ്ഞ് അവളും ഞാനും റൂമിൽ ഒളിഞ്ഞു നിന്നു. പെട്ടെന്ന് ബാത്റൂമിൻ്റെ കതക് ഓപ്പണായി. ഞങ്ങൾ രണ്ടുപേരും കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. ദാ വരുന്ന രാജേട്ടൻ, ഒരു തോർത്തുകൊണ്ട് തലയും തുടച്ചുകൊണ്ട്. ഹാവു പാവം നന്നായി ക്ഷീണിച്ചു, നടക്കാൻ പോലും വയ്യ, അവൾ എന്നോട് പറഞ്ഞു. ഓ ഒന്ന് മിണ്ടാതിരിക്കടി, അങ്ങനെ കേൾക്കും, ഞാൻ അവളോട് പതിയെ പറഞ്ഞു. അല്ല അമ്മയോടേടി, ഞാൻ അവളോട് ചോദിച്ചു. അമ്മ വരും, അമ്മയ്ക്ക് ഓടി വരാൻ പറ്റില്ലല്ലോ. ഡി രാജേട്ടൻ പോയോ? ഞാൻ അവളോട് ചോദിച്ചു. ഇല്ല പോയിട്ടില്ല, പോകുമ്പോൾ ബുള്ളറ്റിൻ്റെ സൗണ്ട് കേൾക്കില്ലേ, അവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ടാവും. ആ അത് ശരിയാ, ബുള്ളറ്റിൻ്റെ സൗണ്ടൊന്നും കേട്ടില്ല. ചേട്ടാ ഇതാ നോക്ക്, അമ്മ വരുന്നു. അയ്യോ അമ്മ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ഞാൻ നോക്കുമ്പോൾ അമ്മ നേരെ ഞങ്ങൾ നിൽക്കുന്ന റൂമിലേക്കാണ് വരുന്നത്. ഞാൻ നേരെ ഓടി
കട്ടിലിൻ്റെ അടിയിൽ കയറി. അവൾ ചാടി ബെഡിൽ കയറി കിടന്നു. അമ്മ വന്ന് റൂമിലേക്ക് നോക്കി. അവൾ ഉറങ്ങുന്ന പോലെ കിടന്നു. ഞാൻ കട്ടിലിൻ്റെ അടിയിൽ ഒളിഞ്ഞു വരുന്നു. അമ്മ അതും നോക്കി നേരെ രാജേട്ടൻ്റെ അടുത്തേക്ക് പോയി. ഞാൻ പതിയെ കട്ടിലിൻ്റെ അടിയിൽ നിന്നും ഇറങ്ങി. ഡാ, നീ എങ്ങനെയാ ബൈക്ക് എടുക്കാൻ പോവാ? അവൾ എന്നോട് ചോദിച്ചു. ആ, അത് ശരിയാണല്ലോ. ഷേ, അത് ഞാൻ അങ്ങ് മറന്നു. ഞാൻ പുറകിലൂടെ പൊക്കോലാടി. ശരി. പിന്നെ അധികം ഞാൻ അവിടെ നിൽക്കാതെ പുറകിലെ മതിൽ ചാടി. നേരെ ചാടിയത് അടുത്തുള്ള വീട്ടിലെ ചേച്ചിയുടെ മുന്നിലേക്കും. എന്താടാ മതിലൊക്കെ ചാടുന്നത്? ആ ചേച്ചി എന്നോട് ചോദിച്ചു. അത് വീട്ടിൽ കുറച്ച് വിരുന്നുകാർ വന്നിട്ടുണ്ട്. അവർക്ക് കൊടുക്കാൻ പറ്റിയ കടിയൊന്നുമില്ല. അത് വാങ്ങാൻ അവർ കാണാതെ പോവുക. ഞാൻ ചേച്ചിയോട് പറഞ്ഞു. ഓ, അതിനാണോ ഈ ചാട്ടം? കാല് പൊട്ടാനത് ഭാഗ്യം, ആ ചേച്ചി എന്നോട് പറഞ്ഞു. അതും കേട്ട് ഞാൻ അവിടെ നിന്ന് നടന്നു. അങ്ങനെ ഞാൻ പോയി എൻ്റെ ബൈക്ക് എടുത്തു വന്നു. വീട്ടിൽ വന്നപ്പോൾ അമ്മയും മുകളിലുള്ള ചേച്ചിയും എന്തോ സംസാരിക്കുന്നുണ്ട്. ഞാൻ നേരെ മുറ്റത്ത് ബൈക്ക് നിർത്തി വീട്ടിലേക്ക് കയറി. എന്നെ കണ്ട ചേച്ചി ഒരു കള്ളച്ചിരിയോടെ എന്നെ നോക്കി. ഞാൻ ചിരിച്ചുകൊണ്ട് വീടിൻ്റെ അകത്തേക്ക് കയറി. എന്തോ അമ്മയും ചേച്ചിയും പറയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ റൂമിലേക്ക് പോവാതെ അവിടെ തന്നെ ഒഴിഞ്ഞു നിന്ന് അവരെന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി കാതോർത്തു. അവരുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അവർ സംസാരിക്കുന്നത് രാജേട്ടനെ പറ്റിയാണെന്ന്. ചേച്ചിക്കാണെങ്കിൽ രാജേട്ടനെ പറ്റി എല്ലാം അറിയണം. അമ്മയാണെങ്കിൽ രാജേട്ടനെ നല്ല പൊക്കി പറയുന്നുമുണ്ട്. എനിക്കാണെങ്കിൽ അത് കേട്ടിട്ട് ആകെ ദേഷ്യവും വന്നു. ഒരു വിധത്തിലാണ് ഞാൻ ചേച്ചി ഒന്ന് കറക്കിയെടുത്തത്. അപ്പോഴേക്കും പുതിയൊരാൾ വന്നിരിക്കുന്നു. എല്ലാവരും കറക്കിയെടുത്തുകൊണ്ട്. ഇപ്പോൾ എല്ലാവർക്കും രാജേട്ടനെ മതിയല്ലോ. ഞാൻ നേരെ അതും പറഞ്ഞുകൊണ്ട് അനിയത്തിയുടെ റൂമിലേക്ക് പോയി. കതക് അടച്ചു വെച്ചിരിക്കുന്നത് കണ്ട് 2 കൊട്ട് കൊടുത്തു ഞാൻ ദേഷ്യത്തോടെ. അകത്ത് നിന്ന് അവൾ ചോദിച്ചു, ആരാ എന്ന്. ഡി, നിന്റെ തന്ത. മര്യാദക്ക് വാതിൽ തുറക്ക്, ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊട്ടിക്കും, ഞാൻ അവളോട് ദേഷ്യത്തോടെ പറഞ്ഞു. അത് കേട്ട് അവൾ ഉടനെ വന്ന് കതക് തുറന്നു. എന്താടാ, എന്താ നിനക്ക് പറ്റിയത്? കതക് തള്ളി പൊട്ടിക്കോ? അവൾ ദേഷ്യത്തോടെ എന്നോട് ചോദിച്ചു. നീ അങ്ങോട്ട് മാറ്. ഞാൻ അവളെ തള്ളി മാറ്റി കട്ടിലിൽ പോയിരുന്നു. എന്താ ഏട്ടാ, എന്താ പ്രശ്നം? എന്നോട് പറ. ഡി, നമ്മളിത്ര കഷ്ടപ്പെട്ട ചേച്ചി ഒന്ന് സെറ്റാക്കി കൊണ്ടുവന്നത് ഇപ്പോൾ എല്ലാം ആ കാലമാട നശിപ്പിച്ചു. ആര്? നീ ആരെ കൊച്ചി പറയുന്നത്? എടി, ആ തെണ്ടി രാജൻ. അയാളുടെ ആ ലുക്കും ബോഡിയും പിന്നെ ആ ബുള്ളറ്റിലുള്ള വരവും. അതിനിപ്പോൾ എന്താ പറ്റിയേ? ഡി, ഞാൻ നേരത്തെ ആ ചേച്ചിയുമായി സംസാരിക്കുമ്പോഴാണ് രാജേട്ടൻ വന്നത്. അതപ്പോൾ നീ ചേച്ചിയോട് സംസാരിച്ചത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓ, അത് ഞാൻ പിന്നെ പറയാം, നീ ഇത് കേക്ക്. ആ, എന്നാ പറ. രാജേട്ടനെ കണ്ടപാടെ ചേച്ചിയുടെ മുഖമെല്ലാം ഒന്ന് മാറി. രാജേട്ടനാണെങ്കിൽ ഒരു മാസ ലുക്കും കൊടുത്താണ് അങ്ങോട്ട് കയറിയത്. അതിനിപ്പോൾ എന്താ? ആരായാലും ഒന്ന് നോക്കില്ലേ? അതിനെന്തിനാ നീ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നത്? ഒന്ന് പോടി, നിനക്കൊന്നും അറിയാൻ പാടില്ല. നീ ഒന്ന് സിറ്റ് ഔട്ടിലേക്ക് പോയി നോക്ക്. അവിടെ ഇരുന്ന് അമ്മയും ചേച്ചി സംസാരിക്കുന്നത് ഒന്ന് കേട്ട് നോക്ക്. അപ്പോൾ മനസ്സിലാവും നിനക്ക്. അയ്യോ, അത് പണിയാകുമല്ലോ. അമ്മേനി ചേച്ചിക്ക് രാജേട്ടനെ സെറ്റാക്കി കൊടുക്കുമോ? അങ്ങനെയാണെങ്കിൽ നിൻ്റെ കാര്യം പോക്ക. അവൾ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു. ആ, നീ ചിരിക്ക്. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ നിനക്കുള്ള പണി ഞാൻ തരും. അതിന് ഞാനെന്ത് ചെയ്തു? ഞാൻ നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു. അത് നിനക്ക് അറിഞ്ഞൂടെ? പിന്നെന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൾ എന്നോട് ചോദിച്ചു. അതല്ലടി, ഇവർക്കൊക്കെ എന്തിൻ്റെ കേടാ? ഉള്ളത് വെച്ച് പൊളിച്ചാൽ പോരെ? അതിൻ്റെ ഇടയിലൂടെ ഒരു പരിചയപ്പെടുത്തൽ എനിക്കാകെ കയറി വരുന്നുണ്ട്. ഞാൻ അവളോട് പറഞ്ഞു. ഓ, നീ ഒന്ന് അടങ്ങി നിൽക്ക്, ഞാനെല്ലാം ശരിയാക്കി തരാം. ഇപ്പോൾ തൽക്കാലം നീ റൂമിലേക്ക് പോ. ഞാനൊന്ന് അവരുടെ അടുത്ത് പോയി നോക്കട്ടെ. ആ, നീ പോയി നോക്ക്. അപ്പോൾ നിനക്കറിയാം എന്താ അവർ സംസാരിക്കുന്നതെന്ന്. പിന്നെ ഇനി ഒന്നും വൈകിപ്പിക്കണ്ട. ചേച്ചിയെ കണ്ട് എൻ്റെ കാര്യമൊന്ന് സ്പീഡാക്കാൻ പറ. ആ, അതൊക്കെ ഞാൻ ഏറ്റടാ, നീ ഒന്ന് പോ. അതിന് ഞാനെന്തിനാ പോകുന്നേ? നീ പോയി നോക്കിയാൽ പോരെ? ഞാൻ അവളോട് ചോദിച്ചു. അതല്ല ചേട്ടാ, എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പൊക്കോളാം, അവൾ എന്നോട് പറഞ്ഞു. കൊള്ളാടി, ഇതിൻ്റെ ഇടയിലൂടെ നിൻ്റെ കാര്യങ്ങളൊക്കെ നീ ഭദ്രമായി നടത്തുന്നുണ്ട്. നടക്കട്ടെ, ഇനി അതിന് ഒരു കുറവും വരണ്ട.
ഞാൻ പോണ്. അതും പറഞ്ഞ് ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി. കാത്തിരുന്ന് ഒരവസരം അടുത്തെത്താറായപ്പോൾ എല്ലാം ആ രാജേട്ടൻ നശിപ്പിക്കുമോ എന്നായി എൻ്റെ മനസ്സിൽ. ഫോണെടുത്ത് സമയം നോക്കിയപ്പോൾ 5 മണി ആകാറായിട്ടുണ്ട്. ഇവിടെ ഇരുന്നാൽ ഇനി ഭ്രാന്ത് പിടിക്കുമെന്ന് കരുതി ഞാൻ നേരെ ബൈക്കെടുത്ത് പുറത്തേക്കിറങ്ങി. ആ സമയം അമ്മ അടുക്കളയിലും അനിയത്തി റൂമിലുമായിരുന്നു. പുറത്തുപോയി പൊറോട്ടയും ബീഫും തട്ടി ഞാൻ എൻ്റെ മനസ്സിനെ ഒന്ന് തണുപ്പിച്ചു. ആ ഹോട്ടലിൻ്റെ മുന്നിൽ നിന്നും ബൈക്കിൽ കയറിയിരുന്നപ്പോൾ ശോഭേച്ചി മകനും എന്നെ കണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ഡാ, നീ എന്താടാ ഇവിടെ? വീട്ടിൽ അമ്മ ഒന്നും ഉണ്ടാക്കാറില്ലേ? എന്നെ കണ്ട ശോഭേച്ചി എന്നോട് ചോദിച്ചു. ഏയ് അതല്ല, ഞാൻ ചുമ്മാ ഈ വഴിക്ക് വന്നപ്പോൾ ഒന്ന് കയറിയതാ. അല്ല ചേച്ചി എന്താ ഇവിടെ? ഞാൻ ചോദിച്ചു. എടാ, ഇവനൊരു ബാഗ് വേണമെന്ന് പറഞ്ഞിരുന്നു, അത് വാങ്ങാൻ വന്നതാ. ആ അല്ല, അത് രാജേട്ടൻ വാങ്ങൂലേ? ചേച്ചി എന്താ വെറുതെ ഇവനുമായി വന്നത്? ഞാൻ ചോദിച്ചു. അതെടാ, രാജേട്ടൻ വാങ്ങിക്കൊണ്ടുവരുന്ന മോഡലൊന്നും ഇവന് പറ്റില്ല. ഇവന് പിടിച്ച മോഡൽ വാങ്ങാൻ വേണ്ടി ഞാൻ ഇവനെയും കൂട്ടി വന്നതാ. ഓ, ചെക്കൻ 5ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ, അപ്പോഴേക്കും മോഡലെല്ലാം നോക്കാൻ തുടങ്ങിയല്ലേ? ഞാൻ ചേച്ചിയോട് പറഞ്ഞു. ആ അത് പിന്നെ ഇപ്പോഴത്തെ പിള്ളേരല്ലേടാ, നമ്മുടെ കാലം പോലെ അല്ലല്ലോ. ഞാൻ പിന്നെ ഒന്നും നോക്കില്ല, ഇവനെയും കൂട്ടിങ്ങ് പോന്നു. ആ എന്നാ ചേച്ചി വാ, എന്തെങ്കിലും കഴിക്കാം. ഞാൻ ചേച്ചിയെ ആ ഹോട്ടലിലേക്ക് ക്ഷണിച്ചു. ഏയ് അതൊന്നും വേണ്ടടാ, ഞങ്ങൾ കഴിച്ചിട്ടാ വന്നത്, വിശപ്പൊന്നുമില്ല, ചേച്ചി പറഞ്ഞു. അത് കുഴപ്പമില്ല ചേച്ചി, ചുമ്മാ എന്തെങ്കിലും കഴിക്കാം. വാടാ, പൊറോട്ട കഴിക്കാം. ഞാൻ അവനെ വിളിച്ചു. അവൻ വിളിച്ച ഉടനെ എൻ്റെ കൂടെ വന്നു. അത് കണ്ട് ചേച്ചിക്കും വരാതിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ 3 പേരും ഒരു ടേബിളിൽ പോയിരുന്നു. ചേച്ചി എത്ര നിർബന്ധിച്ചിട്ടും ചായയും ഒരു പഴംപൊരിയും മാത്രമേ വാങ്ങിയുള്ളൂ. അവൻ ഞാൻ കഴിച്ചതുപോലെ പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്തു. എന്താ, നീയൊന്നും കഴിക്കുന്നില്ലേ? ചേച്ചി ചോദിച്ചു. ഇനി വേണ്ട, ഞാൻ ഇപ്പോഴല്ലേ കഴിച്ചത്, ഞാൻ ചേച്ചിയോട് പറഞ്ഞു. എന്നാ ഒരു ചായയെങ്കിലും കുടിക്കടാ, ചേച്ചി എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ചായ ഓർഡർ ചെയ്തു. അതും കുടിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴും ഞാൻ രാജേട്ടൻ വീട്ടിൽ വന്ന കാര്യം ചേച്ചിയോട് പറഞ്ഞില്ല. ചേച്ചി അറിയാതെ വന്നതായിരിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ ചോദിച്ചു, രാജേട്ടൻ എവിടെ, വീട്ടിലുണ്ടോ എന്ന്. ആ വീട്ടിലിരുന്ന് TV കാണുന്നുണ്ട്. ഞാനാ പറഞ്ഞത് ഞങ്ങൾ പോയി വാങ്ങിച്ചിട്ട് വരാമെന്ന്. അല്ല, അപ്പോൾ ഇന്ന് ജോലിക്ക് പോയില്ലേ? ഞാൻ ചോദിച്ചു. ആ പോയിരുന്നടാ, അപ്പോഴല്ലേ അമ്മ വിളിച്ചത്. പിന്നെ ജോലി മതിയാക്കി അങ്ങോട്ട് വന്നു. അല്ല എന്തായി, പിന്നെ വല്ല പ്രശ്നം ഉണ്ടായോ? ഏയ് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അല്ലടാ, നീ എന്തിനാ അവരെ അടിച്ചത്? അതിന് മാത്രം എന്താ ഇപ്പോൾ അവിടെ ഉണ്ടായേ? ചേച്ചി എന്നോട് ചോദിച്ചു. അത് പിന്നെ അവളുടെ കൂട്ടുകാരാണെന്നും പറഞ്ഞ് 2 പേര് വന്നു. ഞാനാദ്യം അത് മൈൻഡ് ചെയ്തില്ല. പിന്നെയാണ് ഞാൻ കണ്ടത് അവരുടെ കയ്യിലിരിപ്പ്. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, 2 എണ്ണം പൊട്ടിച്ചു. ആ അത് കൊള്ളാം, കൊടുക്കണം അവന്മാർക്കൊക്കെ. പെണ്ണായാൽ മതി, ആരാ എന്താണെന്നൊന്നും ഇല്ല. ആ അതെ, എന്നിട്ട് ആ ദേഷ്യത്തിൽ അവന്മാർ വരെ 2 പേരെ കൂട്ടിക്കൊണ്ട് വന്നു. അവർക്കും ഞാൻ കൊടുത്തു. അതിലൊരെണ്ണത്തിൻ്റെ തലയൊന്ന് ചെറുതായി പൊട്ടി. അതിനാണ് ഈ പ്രശ്നം, ഞാൻ ചേച്ചിയോട് പറഞ്ഞു. അമ്മ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാനാക്കി പേടിച്ചു. ഞാൻ വേഗം രാജേട്ടനെ വിളിച്ച് പറഞ്ഞു. രാജേട്ടൻ ജോലി സ്ഥലത്തു നിന്നാണ് ഓടി വന്നത്, ഇല്ലെങ്കിൽ ഞാനും വന്നേനെ. പിന്നെ അവിടുന്ന് വന്നതിന് ശേഷം പോലീസുകാർ വിളിച്ചെന്നും പറഞ്ഞു പിന്നെയും പോയിരുന്നു. അതെന്തിനാണെന്നാവോ, ഞാൻ പിന്നെ ചോദിക്കാനും മറന്നു. ചേച്ചി പറഞ്ഞു. ഓ, അപ്പോൾ ആ വരവാണ് ചെയ്യാൻ വന്നത്. കൊള്ളാം, ഓണത്തിനിടയിൽ പുട്ട് കച്ചവടം. നടക്കട്ടെ, ഞാൻ മനസ്സിലോർത്തു. എന്താടാ നീ ആലോചിക്കുന്നത്? ചേച്ചി എന്നോട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല. അല്ലടാ, കോയമ്പത്തൂരിൽ നിന്നും ചേട്ടനും ചേച്ചിയും വിളിച്ചായിരുന്നോ? ആ വിളിച്ചായിരുന്നു, പക്ഷേ ഇതൊന്നും അവരോട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു. വേണ്ടടാ, ഇതൊന്നും പറയണ്ട, മോശമാ. അവർ വരുന്നൊന്നും ഇല്ലല്ലോ, കുറേ ആയില്ലേ അങ്ങോട്ട് പോയിട്ട്. ആ ഈ ഓണത്തിന് വരുമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു. അങ്ങോട്ടൊന്നും വരാമെന്ന് വെച്ചാൽ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് നേരം ഉണ്ടാകില്ല. വിളിച്ചാലാണെങ്കിൽ നിൻ്റെ അമ്മ ഫോണും എടുക്കില്ല, ചേച്ചി പറഞ്ഞു. ആ അത് അമ്മ എവിടെയെങ്കിലുമൊക്കെ ആകും ഫോൺ കൊണ്ടുപോയി വെക്കുന്നത്, കാണഞ്ഞിട്ടാ.
ഞാൻ ചുമ്മാ ചേച്ചിയോട് പറഞ്ഞു. ചേച്ചിക്ക് അറിയില്ലല്ലോ അമ്മയ്ക്ക് ആവശ്യം ചേച്ചിയല്ല ചേച്ചിയുടെ ഭർത്താവിനെയാണെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങോട്ടൊന്ന് വരുകയോ അതുമില്ല. അവൾ വന്നില്ലെങ്കിൽ വേണ്ട, നിനക്കെങ്കിലും ഒന്ന് വന്നുകൂടേടാ. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. എല്ലാവരും കാത്തിരിക്കുക. കൂടാതെ വീണ്ടും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം.